ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, മൗലാന സജാദ് നൊമാനി, senior member of All India Muslim Personnel Law Board, has ignited a massive controversy by saying that Hindus are becoming a minority. നമ്മളൊരു മൈനോറിറ്റി ആയി മാറിയിരിക്കുന്നു, നമ്മൾ പോലും അറിയാതെ എന്നാണ് അയാൾ പറയുന്നത്, മൗലാന നൊമർ. അപ്പൊ ഇയാളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇയാൾ പറയുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി, അതായത് നമ്മൾ മുസ്ലിംസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഹിന്ദുസ് മൈനോറിറ്റി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയാൾ അത് വിശദീകരിക്കുന്നുമുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് നോക്കൂ. തമിഴ്നാട്ടിലെല്ലാം ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ ആരും തന്നെ ഹിന്ദുമതം ഫോളോ ചെയ്യുന്നവരല്ല. അവരാരും ഹിന്ദുമതത്തിലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നുമില്ല. ബുദ്ധിസ്റ്റുകൾ, പിന്നെ സിഖുകാർ, പിന്നെ അത് കഴിഞ്ഞ് പല പല സംസ്ഥാനങ്ങൾ അയാൾ എടുത്ത് പറയുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ പല ഹിന്ദുമതങ്ങളെ പല ജാതികളായിട്ട് പിരിഞ്ഞു കിടക്കുകയാണ്, ജാട്ടുകൾ ഉൾപ്പെടെയുള്ളവ. അപ്പൊ അവരൊന്നും തന്നെ ഹിന്ദുക്കളല്ല. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുക്കളല്ലാത്ത ആ ആൾക്കാരെല്ലാം കൂടെ പലതായി പിരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ഹിന്ദു ഈ രാജ്യത്ത് ഇല്ല. അതൊരു മൈനോറിറ്റി ആയി കഴിഞ്ഞു. നമ്മളാണ് ഇപ്പൊ മെജോറിറ്റി എന്നാണ് ഇയാൾ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ വാദം ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ നമ്മുടെ ഗഫൂർ ഉണ്ട്, അസ്ത്രം ഗഫൂർ. പുള്ളി പറയുന്നതാണ്, അതായത് പുള്ളി ദളിതര് ഹിന്ദുക്കളല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ട് ഷുഡ് കം വിത്ത് മോർ ലീഡേഴ്സ്, കൂടുതൽ ലീഡേഴ്സിനെ പോപ്പുലർ ഫ്രണ്ട് കണ്ടുപിടിച്ച് ആ ലീഡേഴ്സിനെ വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ ആ ലീഡേഴ്സിനെ ഫ്ലറിഷ് ചെയ്യണം. എന്നിട്ട് ദളിതരെ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് അടർത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ദേശീയ അല്ല ഈ കേന്ദ്രത്തിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിയുടെ കൂടെ കൂടിയാൽ മതി, നമുക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിമാനാട്ടോ പുള്ളി, പറഞ്ഞു കൊടുക്കുക. അത് വേദിയിൽ നിന്നുകൊണ്ട് പോലത്തതിന് പുള്ളി ഒരു മതേതരത്വത്തിന്റെ അങ്ങ് വലിയ മുഖവും കൂടിയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതേപോലെ ഒരു സ്പീച്ചാണ് ഈ മൗലാന സജാദ് നൊമാനിയും പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി പുള്ളി പറഞ്ഞതിൽ പൊട്ടത്തെറ്റാണെങ്കിലും ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്താണ് അഭിപ്രായം? ഇതിപ്പോ പുതിയ സംഭവമൊന്നുമല്ല. കാരണം ഈ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്നപ്പോ ആദ്യമായിട്ട് അവർ ചെയ്തത് മുന്നോക്ക വിഭാഗത്തിന്, ബ്രാഹ്മിൺസിനെ സ്പ്ലിറ്റ് ആക്കുക, അവർ തകർന്നാൽ ഹിന്ദുത്വം തകരുമെന്നാണ് ആദ്യം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കരുതിയത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇംഗ്ലീഷ് വിദ്യ സംസ്കൃതത്തെ തകർക്കുകയും. ഒന്ന് പണ്ട് സംസ്കൃത വിദ്യാഭ്യാസമായിരുന്നു. മക്കാള പ്രഭു രാജ്ഞിക്ക് പണ്ടൊരു കഥ എഴുതിയിരുന്നു. അതിനകത്ത് പറഞ്ഞത്, നമ്മൾ ക്ലച്ച് പിടിച്ച് തുടങ്ങിയിരിക്കുന്നു. ബംഗാളിലെ 92 ബ്രാഹ്മൺ കുട്ടികളാണ് ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ പഠിക്കാനായി എത്തിയത്. അതായത് 92 കുട്ടികൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അവർ വേദം പഠിക്കുന്നില്ല, സംസ്കൃതം പഠിക്കുന്നില്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ദൈവങ്ങളെക്കുറിച്ചും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചുമാണ് അവർ ഇനി മുതൽ പഠിക്കുന്നത്. അപ്പൊ അവരുടെ സംസ്കാരം തകർന്നു. വിദ്യാഭ്യാസം തകർന്നാൽ സംസ്കാരം തകരുമല്ലോ ഒരു ഇതിന്റെ. കാരണം അവൻ പിന്നെ ഒന്ന് വായി. അപ്പം ഇതായിരുന്നു അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അവര് പോയതിനു ശേഷം അവർക്ക് മനസ്സിലായി, മുന്നോക്ക വിഭാഗത്തെ തകർക്കുക അത്ര എളുപ്പമല്ല. കാരണം സാമ്പത്തികമായിട്ടും ഒക്കെ അല്പം സെറ്റിൽഡ് ആണ് അവര് കുറച്ചുകൂടെ സംഘടിതമായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ തകർക്കുന്നതിനേക്കാൾ എളുപ്പം കുറച്ചുകൂടി പിന്നോക്കം, അതായത് അസംഘടിതമായി നിൽക്കുന്ന ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക. അതിന് നമ്മുടെ സർക്കാരും ഒരു പരിധിവരെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം സർക്കാർ 5 പൈസ കൊടുക്കത്തില്ല. അങ്ങനെ ഈ മിഷണറിമാർക്കും മൗലാനമാർക്കും മൗലവിമാർക്കും ഒക്കെ ഇവരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാനും മറ്റേ പാൽപ്പടി കൊടുക്കാനും ഒക്കെ ഉള്ള അനുവാദം പണ്ട് തൊട്ടേ കൊടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ കാലം മാറി. അപ്പൊ ഇവിടുന്ന് ഇവരെ മതം മാറ്റിയെടുക്കുക, ഇവരെ ഹിന്ദു അല്ലാതാക്കുക. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റേറ്റ്മെന്റും ഇത്, ജമാഅത്ത് ഇസ്ലാമിയുടെ മുദ്രാവാക്യം ഇത് തന്നെയാണ്. അവർ പറയുന്നത് പരിസ്ഥിതി ആദിവാസി എന്നുള്ളതാണ് അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ. അതായത് പരിസ്ഥിതി അവർ പേരിന് വെക്കുന്നതാണ്. പരിസ്ഥിതി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെ തടയിടുക, പരിസ്ഥിതിയുടെ പേര് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു മുദ്രാവാക്യമാണ്. രണ്ടാമത്തത് പിന്നോക്ക വിഭാഗം, ദളിത് വിഭാഗം, പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം അവരെ ഹിന്ദുമതത്തിൽ, കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് പിന്നോക്ക വിഭാഗങ്ങളാണ്. OBC അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവരെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങൾ സാധ്യമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമി, ഇവാഞ്ചലിസ്റ്റുകൾ, ബന്ധക്കോസുകാർ, ഇവരെല്ലാം ഇങ്ങനെ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇവരൊരു കഥ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കണക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന നൊമേനി, അതായത് ഈ പറയുന്ന മൗലാന ഖലിപ്പൂർ റഹ്മാൻ സജദ് എന്ന് പറയുന്ന ഈ സജദ് നൊമേനി എന്ന് പറയുന്ന മൗലവി പറയുന്നത്, ലിംഗായത്തുകൾ, ഒപ്പം തന്നെ ആദിവാസികൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, തമിഴ്നാട്ടുകാർ, ഇവരൊന്നും ഹിന്ദു അല്ല, ഹിന്ദു ഫോളോ ചെയ്യുന്നില്ല, ഹിന്ദു മതവുമായി ഫോളോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു വൈരുദ്ധ്യാത്മക കാര്യമുണ്ട്. മുസ്ലിമിലെ ഷിയകളും മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിക്കാരും സുന്നികളും ഒക്കെ ഒരേ കാര്യം തന്നെയാണോ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരമുണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിന്റെ ശരിയാണ്,
ഒറ്റനോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോഴും ശരിയാണെന്ന് തോന്നും. കാരണം ഇന്ത്യയിൽ തന്നെ ശൈവാസം വൈഷ്ണവാസം രണ്ട് രീതിയിൽ ആരാധന ചെയ്യുന്നവരുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്നവരുണ്ട്. പലതരം ആചാരങ്ങൾ. ഇപ്പം നമ്മൾ ബംഗാളിലേക്കൊക്കെ ചെന്ന മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന പൂജകളുണ്ട് അവർക്ക് എന്ന് കരുതിയിട്ട് എല്ലായിടത്തും അതില്ല. അങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു മതം തന്നെയാണ് സനാതന മതം, ഇല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മൊത്തത്തിൽ ചേർത്ത്, കാരണം ഇതിനൊക്കെ ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. നമ്മള് ഈ പൂജിക്കുന്നതിനെയും, കാരണം ഇവർ പൂജിക്കുന്നതും അതിനെയാണ്, അതല്ലാതെ അതിന് ഇപ്പൊ ഭഗവാൻ ശിവനോ ഇല്ലെ ദേവിക്കോ ഈ മാംസമാണ് ഇവര് അർപ്പിക്കുന്നതെങ്കിലും അർച്ചന ചെയ്യുന്നതെങ്കിലും ഇല്ല നേദിക്കുന്നതെങ്കിലും അവര് തെറിയല്ലല്ലോ വിളിക്കുന്നത്, ഇല്ലെ നശിച്ചു പോട്ടെ ഈ ദൈവവും അല്ലല്ലോ അവർ പറയുന്നത്. ആ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇത് തന്നെയാണ് സാത്വിക രീതിയിൽ, അതായത് ഇതൊന്നും ഉപയോഗിക്കാതെ നടത്തുന്ന പൂജയിലും ഇത് തന്നെയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. കോമൺ ആയിട്ട് ഇതിന് തൊള്ളത് കൊണ്ട് അതാണ് പറയുന്നത് ഹിന്ദു ഒരു മതമല്ല, ഹിന്ദു ഒരു മതമല്ല, ഹിന്ദു ഒരു സംസ്കാരമാണ്. അതായത് ഒരേ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദു വരുന്നത്. അപ്പൊ എത്തി മാറ്റുക എന്നുള്ളത് പുതിയ സാധനമല്ല, ഇത് ഒരു രീതി തന്നെയാണ്. ഇത് ഇവിടുത്തെ മുസ്ലിം സംഘടനകളും ഒപ്പം തന്നെ മുസ്ലിം സംഘടനകളാണ് ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. പക്ഷെ മറ്റവർ ഈ പെന്തക്കോസുകാരും ഇവാഞ്ചലിസ്റ്റുകളും ഒക്കെ എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് പോയിട്ട് ഈ മതപരിവർത്തന പരിപാടിയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അടർത്തിയെടുക്കുക, അവരുടെ എണ്ണം കൂട്ടുക, ആ എണ്ണം കൂട്ടിക്കൊണ്ട് ഭരണം പിടിക്കുക. അവരുടെ ലക്ഷ്യവും ഭരണം പിടിക്കുക എന്നാണ്, ഇവരുടെ ലക്ഷ്യവും ഭരണം പിടിക്കുക എന്നാണ്, ഇന്ത്യ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിപ്പോൾ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. കാരണം ഈ ലിംഗായത്തുകളെ അടക്കം, കാരണം ഈ ഇതിനകത്തുള്ള ഈ ആചാരപരമായ സിസ്റ്റത്തെ വെച്ചുകൊണ്ട് ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം, അതായത് നമ്മൾ ഹിന്ദു എന്നാണ് വിളിക്കുന്നത്, ആ ഹിന്ദു വിഭാഗത്തിന് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളിപ്പോൾ ശ്രമിക്കുന്നത്. ഇതൊരു വലിയ ചർച്ചയായി ഈ ഒരു സമയത്ത് മാറുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ബോർഡ് മെമ്പർ കൂടിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്യണമെന്നാണ് ചില ഹൈന്ദവ സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ജാതീയപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചതിനും സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനുമൊക്കെ കേസ് എടുക്കണമെന്നാണ് പറയുന്നത്. ഇതിപ്പം ആദ്യമായിട്ടല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ വേദികളിൽ അവർ സ്ഥിരം പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കട്ടിംഗ് സൗത്ത് ഒക്കെ അവർ പറയുന്നത്. അവർ അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അവർ പറയുന്നത് കട്ടിംഗ് സൗത്ത്, നോർത്ത് ഇന്ത്യയുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. കട്ടിംഗ് സൗത്ത് നിങ്ങൾ നോക്കൂ, നോർത്ത് ഇന്ത്യയിലെ പോലെയാണോ സൗത്ത് ഇന്ത്യയിലുള്ളവർ? നിറത്തിൽ വ്യത്യാസം, സംസ്കാരത്തിൽ വ്യത്യാസം, വേഷത്തിൽ വ്യത്യാസം, ഭാഷയിൽ വ്യത്യാസം. അപ്പം അതുകൊണ്ട് നമുക്ക് വേറൊരു രാജ്യം വേണം, കട്ടിംഗ് സൗത്ത്. അത് മുമ്പ് 3 രാജ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഈ ടീമുകളെല്ലാം കൂടെ ശ്രമിക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞ വടക്കിഴക്ക് സംസ്ഥാനങ്ങളടക്കം ദൈവരാജ്യം സൃഷ്ടിക്കാനുള്ള ഇവാഞ്ചലിസ്റ്റ് ബന്ധുക്കോസുകാരുടെ ഒരു ഈ വിദേശ പൈസ മേടിച്ചു, തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ ഒക്കെ പോലുള്ള പൈസ മേടിച്ചു നടത്തുന്ന ഒരു പ്രവർത്തനം. മറ്റേത് എന്ന് പറഞ്ഞാൽ ഈ UP അടക്കമുള്ളവയെ അടർത്തിയെടുത്തുകൊണ്ട് അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മെജോറിറ്റിയുള്ള ഒരു രാജ്യം, പിന്നെ സൗത്തിനെ അടർത്തിയെടുത്തുകൊണ്ട് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു രാജ്യം. ഇങ്ങനെ 3 രാജ്യങ്ങളാണ്. ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു രാജ്യമുണ്ട്, സിഖുകാരുടെ ഖാലിസ്ഥാൻ രാജ്യം, ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ലഡാക്കിലുള്ള കുറച്ച് പേര് ലഡാക്ക് ഒരു രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ എല്ലാവരും രാജ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുമ്പൊക്കെ DMKയുടെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ഒരു രാജ്യമാക്കുക എന്നുള്ളത്. ഇപ്പൊ അതൊക്കെ പോയി, കാരണം അതിന് വലിയ നിലനിൽപ്പില്ല. ഇങ്ങനെയുള്ള ഒരു അതാണ് കട്ടിംഗ് സൗത്തിന്റെ ഒരു സാധനം വരുന്നതും ഇതേ രീതിയിലാണ്. ജാതീയപരമായ ഭിന്നിപ്പ്, പിന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ്, ഈ 2 ഭിന്നിപ്പുകളോട് ചേർത്ത് വെച്ചിട്ടാണ് ഇവർ ഈ പരിപാടികൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ മൗലാന വീണ്ടും ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷമല്ല ഇന്ത്യയിൽ. ഇങ്ങനെ നോക്കുമ്പോഴേക്കും ദളിതരെ മാറ്റണം, പട്ടികവർഗക്കാരെ മാറ്റണം, തമിഴന്മാരെ മാറ്റണം, ലിംഗായത്തുകളെ മാറ്റണം, അവരെ മാറ്റണം, ഇവരെ ജാട്ടുകളെ മാറ്റണം, ജാട്ടുകളുടെ കാര്യം പറയുന്നുണ്ട്, ജാട്ടുകളെ മാറ്റണം. അപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഹിന്ദു ഒരു ഭൂരിപക്ഷമേ അല്ല. അപ്പൊ പിന്നെ ഹിന്ദുക്കൾ ആരാണ് എന്നൊരു ചോദ്യം അവിടെ വരാം. പക്ഷെ ഏതായാലും ഇങ്ങനെയാണ് പുള്ളിവർ. ഇത് നമ്മുടെ ഫസൽ ഗഫൂറിന്റെ ഒരു ഹിന്ദി വേർഷനായിട്ട് നമുക്ക് ഇതിനെ കണ്ടാൽ മതി. ഈ SDP പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം ഇവരിപ്പോഴും അണിയറയിൽ ഈ പഴയ സാധനം തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇനിയുള്ള കാലത്ത് അത് ക്ലച്ച് പിടിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇപ്പോൾ വിദ്യാഭ്യാസം എല്ലായിടത്തും എത്തി, ഒപ്പം തന്നെ വികസനത്തിന്റെ ഒരു ഭാഗം എല്ലായിടത്തും എത്തുന്നുണ്ട്. ജനങ്ങൾക്ക് എന്തും അറിയാനുള്ള സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടെ മതത്തെക്കുറിച്ചും അവരവരുടെ സിസ്റ്റത്തെക്കുറിച്ചും ബോധ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മതപരിവർത്തനം ക്ലച്ച് പിടിക്കാത്തത്. ഇപ്പോൾ ഈ നക്സലുകളെ ഇല്ലാതാക്കിയതോടുകൂടി ഇപ്പൊ അങ്ങോട്ടേക്ക് ആരും വെച്ചു പിടിക്കുന്നില്ലല്ലോ. മുമ്പെന്ന് പറഞ്ഞാൽ ആഴ്ച 2 പ്രാവശ്യം ഛത്തീസ്ഗഡിലും അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലുമൊക്കെ ഈ ജാർഖണ്ഡിലുമൊക്കെ കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, പാസ്റ്ററെ തല്ലി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമായിരുന്നു. ഇപ്പൊ എന്താ കേൾക്കാത്തത്? ഇപ്പൊ കേൾക്കുന്നില്ല. കാരണം ഈ നക്സൽ മേഖലയിലേക്ക് ഇവർക്ക് ചെല്ലാൻ ഒക്കെ തീർന്നു അവിടെ. ഇനി അവർക്ക് ചെല്ലാൻ കഴിയുന്നില്ല. നക്സൽ ഇല്ലല്ലോ, പിന്നെ ആരെ കണ്ടിട്ടാണ് ഈ മതപരിവർത്തനം നടന്നത്? ആരെയും കണ്ടിട്ടില്ല. ഇത് കണ്ടാണ് ഇപ്പോൾ അവിടെ വാർത്തകളൊന്നും ഇല്ലാതെ നിൽക്കുന്നത്. കാരണം അങ്ങോട്ടൊക്കെ പോകാൻ വകുപ്പിലാണ്. ഇനി മുസ്ലിംസിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ഈ ലവ് ജിഹാദിൽ ഇരയാക്കപ്പെടുന്നവരാരൊക്കെയാണ് അവർ ലവ് ജിഹാദിൽ ഇരയാക്കുന്നത്?
മുന്നോക്ക വിഭാഗത്തിനെ അല്ല, പിന്നോക്ക വിഭാഗത്തിനെയാണ്. അവരുടെ ദാരിദ്ര്യവും അറിവില്ലായ്മയും ചൂഷണം ചെയ്തുകൊണ്ടാണ് അത് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സൈഡ് നടക്കുന്നുണ്ട്. അതിനെ കുറച്ചുകൂടെ ആക്കം പകരുക എന്നുള്ളതാണിത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇത് വലിയ ചർച്ചയായി നമ്മുടെ രാജ്യത്ത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. കാരണം ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടെ, ഈ മതപണ്ഡിതനാണ് ഈ മൗലാന എന്നുള്ള ചെറിയ പാർട്ടിയല്ല, അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനാണ്. കാരണം ഒരുപക്ഷെ നാളെ ഇത് മറ്റേതെങ്കിലും രൂപത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ, പോപ്പുലർ ഫ്രണ്ടോ, ജമാഅത്ത്, ഇതൊന്നും വേണ്ട, ഹിന്ദു നാമധാരികൾ ഒരുപാടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ പോസ്റ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഒക്കെ വേണമെങ്കിൽ വരാം. കാരണം എങ്ങനെങ്കിലും ഈ അധികാരം പിടിക്കണം, ഈ ഹിന്ദുത്വം തകർക്കുക, പകരം എങ്ങനെങ്കിലും ഈ രാജ്യം ഭരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അതിനെല്ലാ വഴികളും നോക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ ഇതിനെ കരുതാൻ.